വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഡിന്നറിനും നമുക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാട്ടോ ഞാൻ എടുക്കുന്നത്. അതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് അരക്കപ്പായാലും കുഴപ്പമൊന്നുമില്ല, 1 കപ്പായാലും ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു 1/2 കപ്പ് ചോറാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 2 കപ്പ് ലൈറ്റ് ചൂട്, ഇളം ചൂടുള്ള വെള്ളമാട്ടോ ചേർക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളമല്ല കേട്ടോ, മിക്സിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് ആദ്യം ചേർത്ത് കൊടുക്കുക. ഈ പൊടികൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ അടിയിൽ പറ്റി പിടിക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം ഈ ഒരു പൊടികൾ ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈഡ് ഈസ്റ്റ് ആട്ടോ ചേർക്കുന്നത്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ടാണ്, 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ 1/4 ടീസ്പൂൺ എടുത്തില്ല. നമ്മൾ ഓവർനൈറ്റ് ഇത് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുത്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം കുറച്ച് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ അപ്പത്തിൻ്റെയൊക്കെ ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണ്ടത്ര കൺസിസ്റ്റൻസിയിൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലൈറ്റ് ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ പിന്നെയും ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു തിക്നെസ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 1 മണിക്കൂർ വെച്ചാൽ ഒരുപാട് അങ്ങ് പൊങ്ങി വരുമൊന്നുമില്ല, അതൊന്ന് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക, നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. നല്ല ചൂടുള്ള ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ചൂടായ ഒരു അപ്പച്ചട്ടിയിലാട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. പാലപ്പം പോലെയാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഓരോ തവിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എത്ര വലുപ്പമാണോ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ചുറ്റിച്ച് കൊടുത്തിട്ട് നോർമൽ പാലപ്പൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കട്ടെ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു അപ്പം കിട്ടും. എപ്പോഴും ചപ്പാത്തിക്ക് ഡിന്നറിനൊക്കെ ചപ്പാത്തി കഴിച്ച് മടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂട്ടോ. നിങ്ങൾക്കും ഒരു വെറൈറ്റി വേണ്ടേ? അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഗോതമ്പ് പൊടിയല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഞാനിതിലേക്ക് കോമ്പിനേഷനായിട്ട് ഒരു ചിക്കൻ വരട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്താൽ മതി. തക്കാളിയൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ചിക്കൻ വരട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു അപ്പം ഭയങ്കര ടേസ്റ്റാണ്. അതിലേക്ക് ഏതായാലും കോമ്പിനേഷൻ ബെസ്റ്റ് തന്നെയാണ് കേട്ടോ. ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് കടലക്കറിയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്